Hello everyone, welcome back to Physics Corner. Here we are discussing the previous year questions of Kerala State Eligibility Test and Physics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എല്ലാവർക്കും ഇതുവരെയുള്ള വീഡിയോസ് യൂസ്ഫുൾ ആവുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രിപ്പറേഷൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു റിവിഷൻ പോലെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മിനിമം എനർജി ഓഫ് എ ഫോട്ടോൺ റിക്വയർഡ് ഫോർ pair production of an electron and a positron is 2.04 mega electron volt, 1.02 kilo electron volt, 1.02 electron volt and 1.02 mega electron volt. So what is meant by pair production? It is the creation of a subatomic particle and its antiparticle ഫ്രം എ ന്യൂട്രൽ ബോസോൺ അല്ലേ. ഫോട്ടോൺ എന്ന് പറയുന്ന ഒരു ബോസോൺ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ആൻഡ് എ പോസിട്രോൺ ആണ് ഉണ്ടാവുന്നത്. ആ ഒരു പെയറാണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പം ഇലക്ട്രോണിൻ്റെയും പോസിട്രോണിൻ്റെയും മാസ് ഇൻ ദ യൂണിറ്റ്സ് ഓഫ് മെഗാ ഇലക്ട്രോൺ വോൾട്ട്സ് അറിഞ്ഞിരിക്കുക. ആൻറ്റി പാർട്ടിക്കിളാണ് ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് പോസിട്രോൺ അല്ലേ. അപ്പോൾ ദേ ബോത്ത് ഓഫ് ദം ഹാവ് ദ സെയിം മാസ് അല്ലേ. 0.511 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് അവയ്ക്കുള്ളത്. അപ്പം അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1.02 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ദ സം ഓഫ് മാസസ് ഓഫ് ദീസ് ടു പാർട്ടിക്കിൾസ് ഷുഡ് ബി ദ മിനിമം എനർജി ഓഫ് എ ഫോട്ടോൺ റിക്വയർഡ് ഫോർ പെയർ പ്രൊഡക്ഷൻ ഹിയർ അല്ലേ. അപ്പോൾ 1.02 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി അതർ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Pauli proposed the existence of neutrinos to explain conservation of energy in alpha decay, explain parity violation in beta decay, explain conservation of energy in beta decay, explain conservation of strangeness in beta decay. So first of all, എന്താണ് beta decay? It's a type of radioactive decay and when does it happen actually? അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? For the cases of nuclei with too many number of protons or neutrons, അങ്ങനത്തെ കേസിലാണ് അത് നടക്കുന്നത് അല്ലേ. വൺ ഓഫ് ദ പ്രോട്ടോൺസ് ഓർ ന്യൂട്രോൺസ് ഇസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ദി അതർ അല്ലേ. പ്രോട്ടോൺ ആണ് കൂടുതലുള്ളതെങ്കിൽ അവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് കൂടുതൽ എങ്കിൽ ഒരു പ്രോട്ടോൺ അവിടെ ന്യൂട്രോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ ന്യൂട്രോൺസിൻ്റെ നമ്പറാണ് അവിടെ കൂടുതൽ എക്സസ് ഉള്ളതെങ്കിൽ എന്താണ്, ന്യൂട്രോൺ പ്രോട്ടോൺ ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. Again we have two types of beta decay, like minus beta decay and plus beta decay. അപ്പോൾ പോസിറ്റീവ് ബീറ്റ ഡിക്കേയിലാണ് നമുക്ക് ന്യൂട്രിനോൻ്റെ എക്സിസ്റ്റൻസ് വരുന്നത്. അതായത് എ പ്രോട്ടോൺ ഡീക്കേസ് ഇൻ ടു എ ന്യൂട്രോൺ, എ പോസിട്രോൺ ആൻഡ് എ ന്യൂട്രിനോ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങൾ റെഫർ ചെയ്യുക. സിറ്റുവേഷൻ വന്നതാണ് കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ള ആ കാര്യം നോക്കിയപ്പോഴാണ് ആദ്യം ഈ ന്യൂട്രിനോൻ്റെ ന്യൂട്രിനോ എന്ന് പറയുന്ന പാർട്ടിക്കിളിനെ അറിയില്ലായിരുന്നു. എനർജി കൺസർവേഷൻ എന്നുള്ള ആ ലോ അവിടെ ഒബേ ചെയ്യുന്നില്ല. ഒരു പ്രോട്ടോൺ ന്യൂട്രോണും പോസിട്രോണും മാത്രമായിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ അവിടെ ഒരു വയലേഷൻ നടക്കുന്നുണ്ട് എനർജി കൺസർവേഷൻ്റെ. സോ ദർ മസ്റ്റ് ബി അനദർ പാർട്ടിക്കിൾ ദർ. അങ്ങനെ വന്നിട്ടാണ് ന്യൂട്രിനോ എന്നുള്ളതിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റി കണ്ടുപിടിച്ചത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. So the next question. Geiger-Natal rule expresses a relationship between the logarithm of the disintegration constant and that of decay energy, the disintegration constant and square of the decay energy,
the disintegration constant and the number of atoms, the parent nuclei and the daughter nuclei. അപ്പം ഇതിൽ ആൻസർ എ ആണ് വരുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, log to the base 10 of lambda is equal to minus a1 into z by root of e plus a2. Here a1 a2 are constants and z is the atomic number and e is the decay energy. Lambda is the disintegration constant. So this equation describes the relation between the logarithm of the disintegration constant and that of decay energy. അല്ലേ, ഇത് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ട് കാണുന്നുണ്ടാവും ഇക്വേഷൻസ്. എന്തായാലും അതിൻ്റെ എസൻസ് ഇതാണെന്ന് അറിഞ്ഞിരിക്കുക, എന്തിൻ്റെയൊക്കെ റിലേഷൻസ് ആണത് തരുന്നത് എന്നുള്ളത്. ഓക്കെ, now the next question. The quark structure of proton is, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ ബി UUD. 2 അപ്പർ ക്വാർക്സ്, ഒരു ഡൗൺ ക്വാർക്കും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മിസ്സിംഗ് എലമെൻറ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. തന്നിരിക്കുന്നത് ട്രീഷ്യം ഹൈഡ്രജനായിട്ട് ആഡ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് റിസൾട്ട് വരുന്നതെന്ന്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, പ്ലസ് ഒരു എന്താ ഉണ്ടായിട്ടിരിക്കുന്നത്, ഒരു ന്യൂട്രോൺ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, മിസ്സിങ് എലമെൻറ്റ്. ജസ്റ്റ് അത് Z, അതായത് അറ്റോമിക് നമ്പറും അതുപോലെ മാസ് നമ്പറും രണ്ടും ഒന്ന് അതിൻ്റെ കൺസർവേഷൻ, ആ നമ്പർ കൺസർവേഷൻ എടുത്ത് നോക്കിയാൽ മാത്രം മതി. അവിടെ ഓൾറെഡി 3+1 ആണ് ലെഫ്റ്റ് സൈഡിൽ, അപ്പോൾ 4, ഇവിടെ റൈറ്റ് സൈഡിൽ 1 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ mass number should be 3 and what about atomic number? 1 plus 1 2 should be there, right? ന്യൂട്രോൺ ആണ് അവിടെ വരണം, അപ്പോൾ അത് കാരണം 2 ആണ് വരേണ്ടത്. അപ്പം എന്താ, ഓപ്ഷൻ സി ആണ് ആൻസർ വരിക അല്ലേ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, ഓപ്ഷൻ സി. ടുഡേയ്സ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Neutrino oscillation implies neutron decay, that neutrinos are massless, proton decay, existence of a non-zero value for the mass of the neutrinos. Here option D is the right answer. Conceptually ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ന്യൂട്രിനോസ് were thought of as massless particles. അവയ്ക്ക് മാസ് ഇല്ല എന്നായിരുന്നു മുമ്പ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ന്യൂട്രിനോ ഓസിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിനാണ്. അതായത് ന്യൂട്രിനോ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഫാമിലിയിലാണ് പെടുത്തുന്നത്, ലെപ്റ്റോൺ ഫാമിലിയിലല്ലേ വരുന്നത്. അപ്പോൾ ലെപ്റ്റോൺ നമ്പർ കൊടുക്കും നമുക്ക് ഓരോ പാർട്ടിക്കിളിനും അല്ലേ, ലെപ്റ്റോൺ നമ്പർ അസൈൻ ചെയ്യും. അപ്പം ന്യൂട്രിനോൻ്റെ ലെപ്റ്റോൺ നമ്പർ, ഒരു ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ന്യൂട്രിനോൻ്റെ ലെപ്റ്റോൺ നമ്പർ എന്ന് പറയുന്നത് ഒരു സമയത്ത് മെഷർ ആവുന്നില്ല, വേറൊരു സമയത്ത്, അതായത് എൻ്റെ ഐഗൺ സ്റ്റേറ്റ്സിൽ വ്യത്യാസം വരുന്നുണ്ടെന്നർത്ഥം. അപ്പം ആ ഒരു ഫിനോമിനാണ് ന്യൂട്രിനോ ഓസിലേഷൻ എന്നൊക്കെ പറയുന്നത്. ഡീറ്റെയിൽ ആയി പോകുന്നില്ല. അപ്പോൾ ആ ഒരു ഫിനോമിനാണ് നമുക്ക് എന്ത് കിട്ടിയത്, ദ മാസ് ഓഫ് ന്യൂട്രിനോസ് ഷുഡ് ബി കൺസിഡേർഡ്. അതായത് എത്ര ചെറിയ വാല്യൂ ആണെങ്കിൽ പോലും ആ മാസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നിങ്ങൾ ഓരോ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ്റെ അതിനെ റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. Prepare well. So all the best. Thank you.